إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ കോഴ്സ് ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് നമ്മൾ ഈ കോഴ്സിൽ പ്രതിപാദിക്കാൻ പോകുന്നത്, നമ്മൾ ഈ വിഷയത്തെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷനാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ഇങ്ങനെ ഈ കോഴ്സിൻ്റെ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന 3 വാക്കുകളാണ്, 3 സംജ്ഞകളാണ്. ഒന്ന് ഇന്റലക്ച്വൽ ഫെയ്ത്ത് അഥവാ ബൗദ്ധികമായ ഒരു വിശ്വാസം. 2 ഫിത്ര. 3 വേൾഡ് വ്യൂ. ഈ 3 വിഷയങ്ങളും ഈ 3 വാക്കുകളും എന്താണെന്ന് വിശദമായി പരിചയപ്പെടലാണ് ഈ കോഴ്സിന്റെ വലിയൊരു ഭാഗം. ഇതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണ്. ഇതില് ഏതെങ്കിലും ഭാഗത്ത്, ഏതെങ്കിലും സ്ലൈഡിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട്, എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇത് ഒരു തീർച്ചയായിട്ട് ഞാൻ നിങ്ങളോട് മാത്രം ലെക്ചർ ചെയ്യുന്ന ഒരു ക്ലാസ് ആയിട്ട് മാറുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നേരെ മറിച്ച് ഈ ക്ലാസ്സിലുള്ള പലരും ഇതിൽ ചില കാര്യങ്ങളിലെങ്കിലും എന്നേക്കാൾ അറിവ് ഉള്ളവരുണ്ടാകും. അല്ലെങ്കിൽ ചിലർക്ക് ചില ഏരിയകളിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് അപ്പോൾ തീർത്തു പോകുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ചോദിക്കാവുന്നതാണ്. നമുക്കൊരു ഡിസ്കഷനായിട്ടത് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാം. ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. അപ്പോഴും നിങ്ങൾക്ക് സംശയങ്ങൾ ഉന്നയിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണ്. എന്താണ് ഇന്റലക്ച്വൽ ഫെയ്ത്ത്? ഇന്റലക്ച്വൽ ഫെയ്ത്തിനെ കുറിച്ച് ഉള്ള ഡിസ്കഷൻ ഈ അടുത്ത കാലത്ത് കൂടുതൽ പുനരുജ്ജീവിപ്പിച്ച അല്ലെങ്കിൽ പ്രോമിനൻസിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനായ സഅലുൽ അൽ നജ്ജാർ. അദ്ദേഹം പറഞ്ഞത് ഇന്റലക്ച്വൽ ഫെയ്ത്ത് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ മതവിശ്വാസത്തെ പരമ്പരാഗതമായ ഒരു വിശ്വാസം എന്ന രീതിയിൽ നിന്നോ അല്ലെങ്കിൽ അനുകരണങ്ങളിൽ നിന്നോ, എൻ്റെ പിതാക്കന്മാർ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നാട്ടുകാരങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നതിൽ നിന്നും വിഭിന്നമായി, ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാനൊരു മുസ്ലിം ആകുന്നു, ഞാൻ ഇന്ന നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ കൾച്ചർ എൻ്റെതായതുകൊണ്ട്, ഇസ്ലാമിനൊരു കൾച്ചറായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നതേക്കാൾ വിശ്വാസം നിലനിൽക്കാൻ കൂടുതൽ നല്ലത് അതിനൊരു ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ബൗദ്ധിക വിശ്വാസം, അതായത് നമ്മുടെ നിരീക്ഷണങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതിലൂടെ എല്ലാം അള്ളാഹുവിൻ്റെ ആയത്തുകളെ, അള്ളാഹുവിൻ്റെ സയൻസിനെ കാണുകയും നമുക്കുള്ളിലുള്ളതും പുറത്തുള്ളതുമായ നമ്മുടെ ഉള്ളിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതുമായ അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ ആയാത്തുകളെ കാണുകയും അത് നിരീക്ഷിച്ച് അത് പ്രതിഫലിച്ച് നമ്മുടെ ചിന്തയിൽ അത് വരുത്തി അതിലൂടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക. അത്തരമൊരു വിശ്വാസമായിരിക്കും മോർ സ്റ്റേബിൾ, കൂടുതൽ സ്ഥിരമായിരിക്കുക, ഒരു സ്ഥിരതയുള്ളതായിരിക്കുക എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇസ്ലാം എന്നത് ലോകത്തെ ഒരു പ്രോമിനന്റ് ഐഡിയോളജി അല്ല.
ഇന്നത്തെ ഡോമിനന്റ് ഐഡിയോളജിയെ നിൽക്കുന്നത് വെസ്റ്റേൺ മോഡേണിസമാണ്. ഇസ്ലാമിനെ ആളുകൾ പൊതുവെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ മറ്റു മതങ്ങളിൽ പോലെ ഒരു മതമായിട്ടും കുറെ പിന്നോക്കമായ വിശ്വാസങ്ങളും എല്ലാം ഉള്ള ഒരു സംഗതിയായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഇസ്ലാം എന്നതൊരു ഡോമിനന്റ് ഫിലോസഫി, ഡോമിനന്റ് ഐഡിയോളജി ആയിരുന്നെങ്കിൽ ഇന്ന് ആ രീതിയിലല്ല. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് കോളനി അനന്തര കാലഘട്ടത്തിൽ, കോളനി വൽകൃത കാലഘട്ടത്തിനു ശേഷവും പ്രത്യേകിച്ച് പാശ്ചാത്യ ഐഡിയോളജി ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നാം അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ ഇസ്ലാമിക വിശ്വാസം എന്നത് വളരെയധികം ലോജിക്കലും യുക്തിപരവും ആണ്. മനുഷ്യന് വളരെയധികം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോൺസെപ്റ്റ് ഖുർആനും ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഖുർആൻ നമ്മളോട് വിശ്വാസത്തെ അന്ധമായി സമീപിക്കാനല്ല പറയുന്നത്. നേരെ മറിച്ച് ഒരു സൂറത്ത് റൂം അതിലെ 8ാമത്തെ ആയത്ത് നമുക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യതഫക്കറൂ ഫീ അൻഫുസിഹിം മാ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഅജലിൻ മുസമ്മാ വഇന്ന കസീറൻ മിനൻ നാസി ലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ. അവരുടെ സ്വന്തത്തെ പറ്റി അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും ശരിയായ മുറപ്രകാരവും നിർണിതമായ അവധിയോടു കൂടിയുമല്ലാതെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വാസമില്ലാത്തവരത്രേ. ഇങ്ങനെ ഖുർആനിൽ ധാരാളം ഭാഗങ്ങളിൽ അള്ളാഹു നമ്മോട് പറയുന്നത്, നിങ്ങൾ നോക്കൂ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ ചിന്തിക്കൂ എന്നിങ്ങനെ. ഉദാഹരണത്തിന് ഇപ്പം സൂറ യൂനുസ് 101-ാമത്തെ ആയത്തിൽ അല്ലാഹു ഖുൽ യൻദുറൂന, നിങ്ങൾ നിരീക്ഷിക്കൂ, ആകാശങ്ങളെയും ഭൂമിയും നിരീക്ഷിക്കൂ. മറ്റിടത്ത് അല്ലാഹു പറഞ്ഞു ലഅല്ലഹും യതഫക്കറൂൻ, ചിന്തിക്കൂ, പ്രതിഫലിക്കൂ. തഅഖിലൂൻ അഫലാ തഅഖിലൂൻ, നിങ്ങളുടെ അക്കൽ ഉപയോഗിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഡീപ്ലി പോണ്ടർ, നിങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്നില്ലേ. അഫലാ യതദബ്ബറൂൻ. ഇങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്ത കഴിവുകളെ നിരീക്ഷിക്കാനും ചിന്തിക്കാനും കാണാനും പ്രതിഫലിക്കാനും ഉള്ള വ്യത്യസ്ത കഴിവുകളെ യഥാവിധം ഉപയോഗപ്പെടുത്താൻ നമ്മോട് പലയിടത്തും ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ, ഇത് ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്, ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ ചെയ്യാത്തവരെ അക്രമികളായിട്ട് ആണ് അള്ളാഹു കണക്കാക്കുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്ത കഴിവുകൾ, നിരീക്ഷിക്കാനും കേൾക്കാനും ചിന്തിക്കാനും പ്രതിഫലിക്കാനുമുള്ള എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അള്ളാഹു പറയുന്നു ഉലിൽ അൽബാബ്, അവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. ഉലുൽ അൽബാബ്, അപ്പോൾ പീപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഉലിൽ അൽബാബ്, ഇവരെ അള്ളാഹു പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. അവർക്കാണ് കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പൊ നമുക്കെല്ലാം തന്നിരിക്കുന്ന ഈ വ്യത്യസ്ത കഴിവുകൾ ഉപയോഗിച്ച് നാം എല്ലാവരും ഉലിൽ അൽബാബായി മാറേണ്ടതാണ്. എന്നാൽ എല്ലാവർക്കും ഇന്നത്തെ ഒരു അവസ്ഥയിൽ, ഇന്നത്തെ ഒരു ഐഡിയോളജിക്കൽ സിറ്റുവേഷനിൽ പലതരം ഐഡിയോളജി വന്നിട്ട് പൊതുമണ്ഡലത്തെ മലിനപ്പെടുത്തുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം അള്ളാഹു ഉണ്ട്,
ദൈവം നിലനിൽക്കുന്നു എന്നത് മനുഷ്യയുക്തിക്ക് അനിവാര്യമായ ഒരു നിഗമനമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല. ഈ ലോകം വെറും ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടാവുകയില്ലെന്നും അത് മനുഷ്യ യുക്തി സ്വീകരിക്കുന്ന കാര്യം തന്നെയാണ്. അതുപോലെ എല്ലാം പരസ്പരം ബന്ധിതമായി പരസ്പരം ആശ്രിതമായി നിൽക്കുന്ന ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിന് മൊത്തമായി മറ്റൊന്നിനെയും ആശ്രയിക്കാതെ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നതും മനുഷ്യയുക്തിയുടെ നിഗമനം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ കൂടി എന്തുകൊണ്ടാണ് മനുഷ്യരിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഈ വിശ്വാസത്തെ ഇത്രയധികം ഒബ്വിയസ് ആയി കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ വിശ്വാസത്തെ വേണ്ട വിധം ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? എവിടെയാണ് വിശ്വാസത്തെ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് ആളുകളെ തടയുന്ന ഇന്റലക്ച്വൽ ബാരിയേഴ്സ്, വിശ്വാസത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് ആളുകളെ തടയുന്ന ഇന്റലക്ച്വൽ ബാരിയേഴ്സ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? നമുക്ക് സാധാരണ നമ്മൾ പറയാറുണ്ട്, അള്ളാഹു ഹിദായത്ത് നൽകിയാൽ മാത്രമേ ആൾക്ക് ഹിദായത്ത് കിട്ടുകയുള്ളൂ. ശരി തന്നെയാണ്, അത് തന്നെയാണ് ശരി. പക്ഷെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നാം ചെയ്യണം. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നമ്മുടെ കഴിവുകൾ, ചിന്തിക്കാനും നിരീക്ഷിക്കാനും ഉള്ള കഴിവുകളെല്ലാം നാം ഉപയോഗപ്പെടുത്തണം. ആ കഴിവുകൾ നാം ഉപയോഗപ്പെടുത്തി നാം വിശ്വാസത്തെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ ഈ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്ന മറ്റുള്ളവർക്ക് വിശ്വാസം പരിചയപ്പെടുത്തി കൊടുക്കുകയും മറ്റുള്ളവരെയും ഈ ഒരു പാതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും വേണം. നമ്മുടേതായ കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുക. നമുക്ക് മറ്റുള്ളവർക്കും ഹിദായത്ത് നൽകുന്നത് അങ്ങനെയാണ്. മനുഷ്യന് പ്രത്യേകമായ, മൃഗങ്ങൾക്കില്ലാത്ത പ്രത്യേകമായ കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. മനുഷ്യന്റെ കർത്തവ്യം വേണ്ട വിധത്തിൽ നിർവഹിക്കുമ്പോഴാണ് അള്ളാഹു മനുഷ്യന് ഹിദായത്ത് നൽകുന്നത്. അപ്പോൾ എന്താണ് ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്ന ഇന്റലക്ച്വൽ ബാരിയേഴ്സ് എന്ന അന്വേഷണമാണ് നമ്മളെ ഫിത്ര, വേൾഡ് വ്യൂ അഥവാ ലോകവീക്ഷണം എന്നിങ്ങനെയുള്ള രണ്ട് കോൺസെപ്റ്റുകളിലേക്ക് എത്തിക്കുന്നത്. അതുമായിട്ട് എന്താണ് ഫിത്ര? ഫിത്ര എന്നത് ഒരു ഇന്നേറ്റ് മോറൽ കോമ്പസ് ആണ്. നമുക്കുള്ളിൽ നിലകൊള്ളുന്ന, ജന്മനാൽ അള്ളാഹു ഓരോ മനുഷ്യരിലും നിക്ഷേപിച്ചിരിക്കുന്ന ആന്തരികമായ ഒരു ശുദ്ധി, ഒരു പ്യൂരിറ്റി, അതാണ് ഫിത്ര. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തുല്ലാഹി അല്ലദീ ഫത്തറൻ നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിമ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഇത് ഈ ആയത്തിൽ അള്ളാഹു സൂറത്ത് റൂം തന്നെ 30-ാമത്തെ ആയത്തിലാണ്. ഇതിൽ അള്ളാഹു പറയുന്നു, ആകയാൽ സത്യത്തിന് നേരെ നിലകൊള്ളുന്നവരായിട്ട് ഈ നിന്റെ മുഖത്തെ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി എത്രേ അത്. അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. അതത്രേ വക്രതയില്ലാത്ത മതം. പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്ന പ്രകൃതി എന്ന് അള്ളാഹു പറയുന്നത്, അതാണ് ഫിത്ര എന്ന വാക്ക് കൊണ്ട് അള്ളാഹുവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ യഥാർത്ഥ പ്രകൃതി, ആ പ്രകൃതി എന്തൊക്കെയാണ് മനുഷ്യന് സാധ്യമാക്കുക എന്നാണ് നമുക്ക് അടുത്ത് കാണാനുള്ളത്. ഞാൻ പറഞ്ഞു, അതൊരു ഇന്നേറ്റ് പ്യൂരിറ്റിയാണ്. ഫിത്ര എന്നത് ആന്തരികമായ വിശുദ്ധിയാണ്, ആന്തരികമായ ശുദ്ധിയാണ്.
ഒരു അൺകറപ്റ്റഡ് സ്റ്റേറ്റ് ആണ് ഫിത്ര. അത് എല്ലാ മനുഷ്യരിലും ജന്മം കൊണ്ട് അങ്ങനെ തന്നെയാണ് അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ഡിഫോൾട്ട്. മനുഷ്യൻ ലോകത്ത് ജനിച്ച് ഈ ലോകത്തിന്റെ കാപട്യങ്ങളും ഇവിടുത്തെ കോൺട്രവേഴ്സീസും ഇതിലെല്ലാം പെട്ട് അവന്റെ ആന്തരികമായ നന്മ മലിനമാകുന്നതിന് മുമ്പ് ഉള്ള ഒരു ശുദ്ധമായ അവസ്ഥ എന്തോ അതാണ് ഫിത്ര. ഈ ഫിത്ര മനുഷ്യനെ ഏതെല്ലാം രീതിയിലാണ് സഹായിക്കുന്നത്? ഒന്ന്, ഫിത്ര വേണ്ട രീതിയിൽ ശുദ്ധമായിരുന്നാൽ മാത്രമേ അവന്റെ ചിന്തകൾ ക്ലിയർ ആവുകയുള്ളൂ, ചിന്തകൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. നാം സങ്കല്പിച്ച് നോക്കൂ, ഒരു കാറ്, അതിന്റെ ഡ്രൈവർ അത് ഡ്രൈവ് ചെയ്ത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണമെങ്കിൽ അതിന്റെ വിൻഷീൽഡ് ക്ലിയർ ആയിരിക്കണം. ഈ വിൻഷീൽഡ് ക്ലിയർ അല്ല, അത് മങ്ങിയതാണ്, അതിലൂടെ വ്യക്തമായി കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡ്രൈവർക്ക് ആ കാറിനെ വേണ്ട രീതിയിൽ വേണ്ട പാതയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഫിത്രയും. നമ്മുടെ ഫിത്ര ക്ലിയർ ആയിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചിന്തകളെ യഥാവിധം മുന്നോട്ട് നയിച്ച് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ഹെവൻലി സ്പാർക്കാണ്. ഫിത്ര ദൈവികമാണ്, അത് സ്വർഗീയമാണ്. മനുഷ്യൻ നമുക്കറിയാം, രണ്ട് തരത്തിലുള്ളൊരു എക്സിസ്റ്റൻസ് ആണ് മനുഷ്യൻ. മനുഷ്യന് ഭൗതികമായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. ഈ മണ്ണിൽ നിന്ന് നിർമ്മിതമായ ഒരു എക്സിസ്റ്റൻസ് മനുഷ്യനുണ്ട്, അതാണ് അവന്റെ ശരീരം. മറ്റേതാണ് അവന്റെ ആത്മാവ്. മനുഷ്യന്റെ ഫിത്ര അവന്റെ ആത്മാവിലാണ് കുടികൊള്ളുന്നത്. ആത്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ ആത്മാവിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യന്റെ ഫിത്ര കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഒരേസമയം മനുഷ്യന് ഭൗമികമായ ഒരു നിലനിൽപ്പുണ്ടെന്നും എന്നാൽ അവന്റെ ആത്മാവും അതിന്റെ ഭാഗമായ ഫിത്രയും സ്വർഗീയമാണ്, അല്ലെങ്കിൽ ഹെവൻലിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഫിത്ര മനുഷ്യനെ ദൈവത്തെ തിരിച്ചറിയുന്നതിലേക്ക് നയിക്കുന്നു. ഫിത്ര കറപ്റ്റഡ് ആവാതെ, ഫിത്ര ക്ലിയർ ആയിട്ടിരുന്നാൽ മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയും, അവൻ സത്യത്തിന് നേരെ നിലകൊള്ളും. മാത്രമല്ല, ഫിത്ര മനുഷ്യന് നന്മ തിന്മകളെ കുറിച്ചുള്ള ഒരു വകതിരിവ് നൽകും. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, എത്ര മോശപ്പെട്ട മനുഷ്യനും പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാറില്ല. സയനിസ്റ്റുകൾ പോലും ഏറ്റവും കൊടിയ അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ പോലും അവർ കാര്യങ്ങൾ പറയുന്നത് അവരെ സ്വയം ന്യായീകരിച്ചുകൊണ്ടാണ്. ഞങ്ങളാണ് നല്ലവർ, മറ്റുള്ളവർ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചീത്ത പ്രവർത്തനങ്ങളും അക്രമങ്ങളും പുറം ലോകം അറിയുന്നതിൽ, ആളുകൾ അറിയുന്നതിൽ അവർ വളരെ ആശങ്കാകുലരാണ്. എന്താണ് കാരണം? മനുഷ്യകുലത്തിന് ഒന്നാകെ തിന്മ എന്നത് ഒരു സാമൂഹിക വ്യവസ്ഥയായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അവൻ ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും മറയ്ക്ക് പിന്നിലും തിന്മ ചെയ്യുമെങ്കിലും, അക്രമങ്ങൾ ചെയ്യുമെങ്കിലും തിന്മയെ ഒരു സാമൂഹിക വ്യവസ്ഥയായി ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ മനുഷ്യകുലത്തിന് സാധിക്കുകയില്ല. കാരണം അത് മനുഷ്യന്റെ ഫിത്രയുള്ളത് കൊണ്ടാണ്. ആ ഫിത്ര മനുഷ്യന് നന്മ തിന്മകളെ വേർതിരിച്ചറിയാനുള്ള ഒരു റൂട്ട് മാപ്പ്, ഒരു ഗൈഡ് ലൈൻ നൽകുന്നു. എന്നാൽ ഈ ഫിത്ര മാത്രം പോരാ എല്ലാ നന്മകളും തിന്മകളെ കൃത്യമായി തിരിച്ചറിയാൻ എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു മനുഷ്യരെ കൈപിടിച്ച് നയിക്കാൻ പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നത്. ഈ ഫിത്ര മനുഷ്യനെ മോണോത്തിസം, ഏകദൈവ വിശ്വാസത്തിലേക്കും നയിക്കുന്നു. അടുത്ത കാലത്ത്, ഒരു വർഷമായിട്ടുണ്ടാവും,
ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്നെ ഈ ലോകത്തേക്ക് ദൈവമാണ് അയച്ചത്, ചില പവിത്രമായ ലക്ഷ്യങ്ങളോട് കൂടിയാണ് അയച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ഉപയോഗിച്ചത് ദൈവം, ഒരു ദൈവം എന്നൊരു സങ്കല്പമാണ്. എന്തുകൊണ്ട് ഹിന്ദു മതത്തിൽ അവർ വിശ്വസിക്കുന്ന ധാരാളം ദൈവങ്ങളെ അദ്ദേഹം വിട്ടുപിടിച്ചില്ല? എന്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്വപ്നമായി നീക്കി വച്ചിരുന്ന രാമന് വേണ്ടി അമ്പലം പണിയുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ സ്വപ്നമായിരുന്നല്ലോ. എന്നാൽ ആ രാമനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നും അദ്ദേഹം പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്നെ അയച്ചത് ദൈവമാണെന്നാണ്. എന്തുകൊണ്ടായിരിക്കാം? അത് മനുഷ്യന്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. ദൈവങ്ങളാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃത്രിമമായ ദൈവം ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞാലോ, അത് മനുഷ്യന്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യന്റെ ഫിത്രയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് മോണോത്തീസം അഥവാ ഏകദൈവ വിശ്വാസം. ഇസ്ലാമിക വിശ്വാസം, ഇസ്ലാമിക അഖീദ, അത് മനുഷ്യന്റെ ഫിത്രയോട് വളരെയധികം ചേർന്ന് പോകുന്ന ഒന്നാണ്. പലരും പറയാറുണ്ട്, എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ മതവിശ്വാസത്തെ ഇത്ര സീരിയസ് ആയി ഒരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? ഞങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും നമ്മുടെ വിശ്വാസം എന്നത് ഒരു ഐഡന്റിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ കോമ്പണന്റ് ആണ്. എന്നതിനപ്പുറം ഞങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസത്തെ ഒരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാറില്ല. അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു ക്രിസ്ത്യൻ പണ്ഡിതൻ പറയുകയുണ്ടായി, ക്രിസ്ത്യൻ പള്ളികളിൽ പൊതുവെ അവരുടെ വെള്ളിയാഴ്ച കുർബാനകളിൽ പരലോക ജീവിതത്തെക്കുറിച്ചൊന്നും അധികമൊന്നും ആരും പറയാറില്ല. കാരണം അത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് അവരുടെ അച്ഛന്മാർക്കും ഇല്ല. എന്നാൽ അതുപോലെ അത് കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു ഉൾക്കാഴ്ച അവരിലെ വിശ്വാസികൾക്കുമില്ല. അതുകൊണ്ട് അവരുടെ കുർബാനകളിലെ, അവരുടെ പ്രസംഗങ്ങളിലെ പ്രതിപാദനങ്ങൾ അധികവും ഈ ലോകത്തെ കാര്യങ്ങൾ സംബന്ധിച്ച് തന്നെയാണ്. എന്നാൽ നേരെ മറിച്ച് ഇസ്ലാമിക വിശ്വാസം അത് മനുഷ്യന്റെ ഫിത്രയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിശ്വാസവും മനുഷ്യന്റെ ഫിത്രയും പാലും തേനും പോലെ ചേരുമ്പോൾ മറ്റ് വിശ്വാസങ്ങളും മനുഷ്യന്റെ ഫിത്രയും തമ്മിൽ ഒരു മോരും മുതിരയും പോലെ വേറിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ ഫിത്ര അത് വെറുതെ നിലനിൽക്കുകയില്ല. അതിന് കേടുവരാം. പ്രവാചകനിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം ഞാനിങ്ങനെ പറയാം, പാരാഫ്രൈസ് ചെയ്ത് പറയുകയാണ്. എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രയിലാണ്. എന്നാൽ ഈ കുട്ടികളുടെ മാതാപിതാക്കളാണ് അവരെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മജൂസികളും ആക്കി മാറ്റുന്നത് എന്നൊരു ഹദീസുണ്ട്. അപ്പോൾ അന്ന് അറബ് ലോകത്ത് ആളുകൾക്ക് പരിചയമുള്ള മതങ്ങളെ ഉദ്ധരിച്ചാണ് പ്രവാചകൻ അത് പറഞ്ഞത്. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഈ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് ഐഡിയോളജികളും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം. ഹിന്ദുയിസവും മറ്റനേകം ഇസങ്ങളും, ലിബറലിസം, കമ്മ്യൂണിസം, ഫെമിനിസം, LGBT, അങ്ങനെ മറ്റനേകം ഇസങ്ങളും ഐഡിയോളജിയും എല്ലാം നമുക്ക് അതിനോട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഓരോ കുട്ടിയും ജനിക്കുന്നത് ഫിത്രയിലാണ്. പിന്നീട് അവൻ്റെ മാതാപിതാക്കളാണ്, അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് അവനെ വ്യത്യസ്ത മതങ്ങളിലേക്കും ഐഡിയോളജികളിലേക്കും നയിക്കുന്നത്. ഇപ്പൊ ഫിത്ര സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ഫിത്രയെ നശിപ്പിക്കുന്നതിൽ മാതാപിതാക്കൾക്കും സമൂഹത്തിനും പങ്കുണ്ട്. കുട്ടികളിൽ ഫിത്ര നശിച്ചു പോകാം. അതുപോലെ തന്നെ ഫിത്രയുടെ ബാക്കിയുള്ള അംശങ്ങൾ മുതിർന്നവരിലും നശിച്ചു പോകാം.
ഫിത്ര നശിച്ചു പോയാൽ നമുക്ക് ചിന്തയെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും സത്യത്തിലേക്ക് എത്താനും സാധിക്കുകയില്ല. ഫിത്രയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ഇതിൽ ചെലവഴിക്കാം. എന്നിട്ട് ചെറിയ ഒരു ടോപ്പിക് കൂടി നമുക്ക് ഇന്ന് കാണാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പറഞ്ഞത് ക്ലിയർ ആണോ? എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ക്ലിയർ. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. ഈ ഫിത്രയെ നശിപ്പിക്കുന്ന കാര്യങ്ങളെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല രണ്ടായി തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഫിത്ന ഈസ് ഓഫ് ടു ടൈപ്സ്. ദി ഫിത്ന ഓഫ് ശുബുഹാത്ത്. ശുബുഹാത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഡൗട്ട്സ് ആണ്, വിനാശകരമായ സംശയങ്ങൾ ആണ് ശുബുഹാത്ത്. ദിസ് വൺ ബീങ് ദി ഗ്രേറ്റർ ഓഫ് ദി ടു. ആൻഡ് ദി ഫിത്ന ഓഫ് ഷഹവാത്ത്. ഷഹവാത്ത് എന്ന് വെച്ചാൽ ഡിസയർസ്, മനുഷ്യന്റെ ദേഹേച്ഛകൾ. അപ്പൊ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന്റെ ഫിത്രയെ നശിപ്പിക്കുന്നത്. ഒന്ന് ഷഹവാത്ത്, മനുഷ്യന്റെ ഡിസയർസ്, ദേഹേച്ഛകൾ. രണ്ട് ശുബുഹാത്ത്, ഡിസ്ട്രക്റ്റീവ് ഡൗട്ട്സ് അഥവാ വിനാശകരമായ സംശയങ്ങൾ. രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തെ ഷഹവാത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഡിസയർസ്, ദേഹേച്ഛകൾ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ദേഹേച്ഛകളെ നമ്മൾ പരിധി വിട്ട് പിന്തുടർന്നാൽ അത് നമ്മുടെ ചിന്താഗതികളെയും ഫിത്രയെല്ലാം നശിപ്പിക്കും. നമുക്ക് പിന്നെ സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. സത്യം മനസ്സിലായാലും ഒരുപക്ഷെ സത്യത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയില്ല. ഇത് വളരെ ഡേഞ്ചർ ലെവൽ ഹൈ ആണ്. ഇത് വളരെയധികം ആളുകൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ടു മച്ച് ഇന്റലിജൻസ്. നമ്മുടെ ദേഹേച്ഛകളിൽ ഡിസയർസ്, ഒരുപാട് ഇന്റലിജൻസ്, ഒരുപാട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ കേടുവന്നു പോകും എന്നത് ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്ന് കരുതി ഇസ്ലാം ദേഹേച്ഛകൾക്കെല്ലാം എതിരാണ് എന്നല്ല പറയുന്നത്. മനുഷ്യന് ദേഹേച്ഛകൾ ഉണ്ടാകും. മനുഷ്യന്റെ ദേഹേച്ഛകളിൽപ്പെട്ടാണ് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, അവന്റെ അത്യാവശ്യം എന്റർടൈൻമെന്റ് ഉണ്ടാവണം, അവന്റെ ലൈംഗികത, ഇതെല്ലാം മനുഷ്യന്റെ ദേഹേച്ഛകളിൽ പെട്ടത് തന്നെയാണ്. അത് ഇസ്ലാം എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിധി വിടരുത് എന്നതാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. ഈ പരിധി വിടുമ്പോഴാണ്, ദേഹേച്ഛകളുടെ പരിധി വിട്ട് ദേഹേച്ഛകളിൽ നമ്മൾ ടു മച്ച് ഇന്റലിജന്റ് ആവുമ്പോഴാണ് അത് നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കുന്നതും ഫിത്രയെ നശിപ്പിക്കുന്നതും. അപ്പൊ ദേഹേച്ഛ എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശുബുഹാത്തിലാണ്. വിനാശകരമായ സംശയങ്ങളും വെറും സംശയങ്ങളും ചിത്തയല്ല. സംശയങ്ങളിലൂടെയാണ് മനുഷ്യൻ പഠിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ തീർക്കുകയും ചെയ്യുന്നത് വഴിയാണ് മനുഷ്യൻ അവന്റെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നത് പോലും. അതുകൊണ്ട് സംശയങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ശുബുഹാത്ത് എന്ന് പറയുന്നത് വിനാശകരമായ സംശയങ്ങളാണ്, ഡിസ്ട്രക്റ്റീവ് ഡൗട്ട്സ് ആണ്. ഇത് നമുക്ക് അറിയാം, പല സംശയങ്ങളും ഇസ്ലാമിക ലോകത്തേക്ക് കടത്തിവിടാനും മുസ്ലിങ്ങളെ സംശയങ്ങളിൽ അകപ്പെടുത്താനും അവരെ വിശ്വാസപരമായി വീക്കാക്കാനും വിശ്വാസപരമായി ബലഹീനമാക്കാനും പലരും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാരും നിരീശ്വരവാദികളും എക്സ് മുസ്ലിംസ് എന്നറിയപ്പെടുന്ന ആളുകളും എല്ലാം പലതരത്തിലുള്ള ആരോപണങ്ങളും സംശയങ്ങളും മുസ്ലിം ലോകത്തേക്ക് കടത്തിവിട്ട് അവരുടെ ചിന്തകളെ വഴിതെറ്റിക്കാനും അവരുടെ വിശ്വാസത്തെ ബലഹീനമാക്കാനും
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഐഡിയോളജിക്കും കുറെ കാര്യം നന്മയുണ്ടാവും. എല്ലാ ഐഡിയോളജിയും എന്തെങ്കിലും ഒരു നന്മയെ സ്ഥാപിക്കണം എന്ന ഉദ്ദേശത്തിലാണ് വരുന്നത്. ഉദാഹരണത്തിന് കമ്മ്യൂണിസം, അത് ഈ ലോകത്ത് സമത്വം സ്ഥാപിക്കണം എന്ന ഉദ്ദേശത്തിലാണ് വരുന്നത്. ഫെമിനിസം, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായൊരു പദവി ഈ ലോകത്ത് സംസ്ഥാപിക്കണം എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അത് ചുരുക്കി പറഞ്ഞതാണ്. വേറെയും അതിന്റെ ലക്ഷ്യത്തെ 4 5 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. എന്നിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: ലിബറലിസം, ഫ്യൂഡൽ വ്യവസ്ഥയുടെ പ്രയാസങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കണം എന്ന ആണല്ലോ ലിബറലിസം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് പ്രഥമ ദൃഷ്ടിയ ആദ്യമേ കേൾക്കുമ്പോൾ തന്നെ ഈ ആശയങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു നന്മയെ പ്രതിനിധീകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാണ് ഇബ്നു തൈമിയ പറഞ്ഞത്: എവറി സിഗ്നിഫിക്കന്റ് ബിലീഫ് യൂഷ്വലി കണ്ടെയ്ൻസ് എലിമെന്റ് ഓഫ് ട്രൂത്ത്. എല്ലാ വിശ്വാസങ്ങളും കുറേയൊക്കെ സത്യം ഉണ്ടാവും. സിൻസ് ഇഫ് ദാറ്റ് വാസന്റ് ദ കേസ് സച്ച് വ്യൂസ് വുഡ് നോട്ട് ഹാവ് സർക്കുലേറ്റഡ്. അപ്പൊ എല്ലാ ആശയങ്ങളും എന്തെങ്കിലുമൊക്കെ സത്യം ഇല്ലായിരുന്നെങ്കിൽ അത് മനുഷ്യർക്കിടയിൽ പ്രചരിക്കുമായിരുന്നില്ല. അപ്പൊ മനുഷ്യൻ ഫിത്രയുള്ള ആളുകളാണല്ലോ. അപ്പോ പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ആശയങ്ങളെല്ലാം തന്നെ നിരീശ്വര ആശയങ്ങൾ, കമ്മ്യൂണിസം, ലിബറലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസത്തെ പറയുമ്പോൾ ക്യാപിറ്റലിസത്തെ നമ്മൾ പറയണം, സോഷ്യലിസം, സെക്യുലറിസം, ഫെമിനിസം, LGBT, ഈ ആശയങ്ങളെല്ലാം തന്നെ ശ്രമിക്കുന്ന എന്താണ്? ദൈവികമായ ചില മൂല്യങ്ങളെ ഭൗതിക മാത്രമായ ഒരു പ്രതലത്തിൽ നട്ടുവളർത്താനാണ് ഈ ആശയങ്ങളെല്ലാം ശ്രമിക്കുന്നത്. നമുക്കറിയാം, നിരീശ്വരത്വം മുന്നോട്ട് വയ്ക്കുന്ന ലോകം എന്നത് വെറും ഭൗതികമാണ്. അത് വെറും പദാർത്ഥ നിർമ്മിതമാണ്. വെറും പദാർത്ഥ നിർമ്മിതമായ ഒരു ലോകത്ത് ദൈവിക മൂല്യങ്ങളായ സമത്വം, സാഹോദര്യം, നന്മ, സഹാനുഭൂതി തുടങ്ങിയ ദൈവിക മൂല്യങ്ങളെ, നമുക്കറിയാം മൂല്യങ്ങൾ വെറും പദാർത്ഥങ്ങളല്ല, ഇത് ട്രാൻസെൻഡന്റ് ആണ്. ദൈവിക മൂല്യങ്ങളാണ്, ഈ ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല. ഇത് ദൈവിക ലോകത്ത് നിന്ന് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന മൂല്യങ്ങളാണിവ. അവയെ വെറും ഭൗതിക മാത്ര പ്രതലത്തിൽ നട്ടുവളർത്താനാണ് ഈ ഭൗതിക മാത്ര ആശയങ്ങൾ, ഐഡിയോളജീസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ വിജയിക്കുകയില്ല. എന്നാൽ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ വളരെ അട്രാക്റ്റീവായ ആശയങ്ങളായി തോന്നുകയും ചെയ്തേക്കാം. അതുകൊണ്ടാണ് പല ആളുകളും അത്തരം ആശയങ്ങളിൽ പോയി പെടുന്നത്. അപ്പൊ ഇത്തരം ആശയങ്ങളെ കുറിച്ചുള്ള ചിന്തകളും സംശയങ്ങളും എല്ലാം പലപ്പോഴും ഈ പുറത്തു വരുന്നത് ഇസ്ലാമിക ആശയത്തിനെതിരെ ചോദ്യങ്ങളെ എഴുതി വിട്ടുകൊണ്ടാണ്. ഇതെല്ലാം നമ്മുടെ ആന്തരികമായ സത്യത്തെ തിരിച്ചറിയാനുള്ള ആന്തരികമായ കഴിവുകളെ ബാധിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഇത്തരം സംശയങ്ങളെ നേരിടാൻ സാധിക്കുക? ഇതുകൂടെ പറഞ്ഞ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എവിടെ നിന്നാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഇതിന് പല മാനങ്ങളുണ്ട്. ഒന്ന്, ചില മോറൽ ക്വസ്റ്റ്യൻസ്, ധാർമ്മികമായ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ധാർമ്മികമായ ചോദ്യങ്ങൾ. 2, ഫിലോസഫിക്കൽ ആൻഡ് സയന്റിഫിക് കോൺഫ്ലിക്റ്റ്. 3, വ്യക്തിപരമായ ട്രോമ, വ്യക്തിപരമായ പല അനുഭവങ്ങളും. ഇതിൽ നിന്നെല്ലാം ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം. ആദ്യത്തത് മോറൽ ആൻഡ് സോഷ്യൽ ഫ്രിക്ഷൻ. ഇത് പലതും പല സാഹചര്യങ്ങളുണ്ടാകാം. ഉദാഹരണങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ. ഉദാഹരണത്തിന്, ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയാണ് എന്ന ഒരു നറേറ്റീവ് വെസ്റ്റേൺ മീഡിയ
പാശ്ചാത്യ ഒരു ഓറിയന്റലിസ്റ്റ് കാഴ്ചപ്പാട് ഉള്ള ആളുകൾ, കൊളോണിയലിസ്റ്റ് ചിന്താഗതി ഉള്ള ആളുകളെല്ലാം, ഫിലോസഫേഴ്സ് എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അതിനെ ഏറ്റെടുക്കാൻ അതിൽ കൂടുതൽ ആളുകളുമുണ്ട്. ഇന്ത്യയിലും പലരും അത്തരത്തിലുള്ള ചിന്തകളെല്ലാം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയാണ്, ഇസ്ലാം സ്ത്രീകൾക്ക് അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല, ഇസ്ലാമിലെ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഈ പ്രോപ്പർട്ടി ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട്, സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇസ്ലാമിലെ സ്വത്ത് വിഭജനത്തെ തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്നുള്ളത് മരിച്ച വ്യക്തിയുമായിട്ടുള്ള ഈ മറ്റുള്ള ഈ സ്വത്ത് ലഭിക്കാൻ അർഹതയുള്ള ആളുകളുടെ ബന്ധമാണ് ഇസ്ലാമിലെ സ്വത്ത് വിഭജനത്തിന്റെ ഏറ്റവും വലിയ ഘടകം എന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാം സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കൊടുക്കുന്നതിന്റെ പകുതിയെ കൊടുക്കുന്നുള്ളൂ എന്ന ഒരു വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് വെച്ചുകൊണ്ട് ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം നാം കേൾക്കാറുണ്ട്. എന്നാൽ എന്താണ് ഇതിലെ സത്യാവസ്ഥ? പല ഈ സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട് പല സാഹചര്യങ്ങളുണ്ട്. ഇതിൽ ചില സാഹചര്യങ്ങളിൽ പുരുഷന്മാർക്ക് തുല്യമായ പങ്ക് സ്ത്രീകൾക്ക് ലഭിക്കും, പുരുഷന്മാർക്ക് കൂടുതലായ പങ്ക് സ്ത്രീകൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പുരുഷന് ലഭിക്കുന്നതിന്റെ പകുതി മാത്രമേ സ്ത്രീകൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന നറേറ്റീവ് വെച്ചുകൊണ്ട് ഈ വളരെ സങ്കീർണമായ സ്വത്ത് വിഭജന പ്രക്രിയ, ഇസ്ലാമിൽ സ്വത്ത് വിഭജന പ്രക്രിയയെ ചീത്ത ഒരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കാനും സംശയങ്ങൾ ജനിപ്പിക്കാനും ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞു, പലപ്പോഴും വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാണോ എന്ന് തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും കാണും. അപ്പോൾ അത്തരം പ്രവർത്തികളും, അപ്പോൾ നമ്മൾ ഇസ്ലാമിക വിശ്വാസം വളരെയധികം ഉൾക്കൊണ്ട് ആളുകൾ എന്ന് കരുതുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തികൾ പലപ്പോഴും ആളുകളെ അവരുടെ വിശ്വാസത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നു. പിന്നെ മതത്തിന്റെ പേരിൽ ചില ആളുകളെങ്കിലും ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ. മറ്റൊന്ന്, വിശ്വാസത്തിന് ഒരു ധാര മാത്രമേ ഉള്ളൂ, ഇസ്ലാമിക വിശ്വാസത്തിന് ഒരു ധാര മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള ചിന്താഗതി എന്ന തരത്തിലുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട്. നമുക്കറിയാം, പരമ്പരാഗതമായി ആളുകൾ മനസ്സിലാക്കിയിരുന്നത് എല്ലാ പണ്ഡിതന്മാരും ഖുർആനെയും ഹദീസിനെയും ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഖുർആനെയും ഹദീസിനെയും ഒരു പണ്ഡിതൻ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, എന്നിട്ട് ആ പണ്ഡിതൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതി ഒരു വിശ്വാസ സംഹിതയായി, ഒരു ഫിഖഹി സംഹിതയെല്ലാം രൂപപ്പെടുത്തുമ്പോൾ, ഖുർആനും ഹദീസും മാത്രമല്ല, അതിൽ ആ വ്യക്തി മനസ്സിലാക്കിയ രീതി കൂടി, ആ പണ്ഡിതൻ മനസ്സിലാക്കിയ രീതി കൂടി, എപ്പോഴും അയാൾ എഴുതുന്ന കാര്യങ്ങളെ അയാളുടെ ചിന്താഗതികൾ കൂടി, അയാളുടെ ഉള്ളിലുള്ള ചിന്താഗതികൾ കൂടി അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ സംഹിതയെ സ്വാധീനിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്ത പണ്ഡിതന്മാർ ഖുർആനെയും ഹദീസിനെയും ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ വ്യത്യസ്തമായ മദ്ഹബുകൾ ഉണ്ടായത്. ഈ മദ്ഹബുകൾ വ്യത്യസ്തങ്ങളാണ്, എന്നാൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുസ്ലിമിന് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാം എന്നത് കാലാതീതമായി ഈ നൂറ്റാണ്ടുകളായി എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, ഖുർആനും ഹദീസിനെയും ഒരാൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ആ പണ്ഡിതന് മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് ഇസ്ലാം എന്ന്. അപ്പോൾ പലപ്പോഴും ഖുർആനും ഹദീസിനും ഇന്റർപ്രറ്റ് ചെയ്ത് കാര്യങ്ങൾ എഴുതുമ്പോൾ മുൻകാല പണ്ഡിതന്മാർ പലപ്പോഴും പറഞ്ഞിരുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നാണ്. മറ്റൊരാൾ മനസ്സിലാക്കിയത് ഒരുപക്ഷെ ഇതിൽ നിന്ന് ഭിന്നമാകാം എന്ന്. മനുഷ്യ പ്രകൃതമായ വ്യത്യാസങ്ങൾ അതിലുണ്ടാകാം എന്നത് ആളുകൾ മുന്നേ ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും ചില പണ്ഡിതന്മാരെങ്കിലും ഖുർആനെയും ഹദീസിനെയും ഇന്റർപ്രറ്റ് ചെയ്ത് അവരെഴുതുമ്പോൾ ഇത് അവരുടേതായ ഒരു ഉൾക്കാഴ്ച, അവരുടേതായ ഒരു ചിന്താഗതി അതിനെ സ്വാധീനിച്ചിരിക്കാം എന്ന സാധ്യതയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട്
ഇതാണ് ഇസ്ലാം, ഖുറാനെയും ഹദീസിനെയും കുറിച്ച് ഞാൻ എഴുതുന്ന എന്താണോ അതാണ് ഇസ്ലാം എന്ന ചിന്താഗതി മുന്നോട്ട് വയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ ന്യൂവൻസസ് ഉണ്ട് എന്നതിനെ ഉൾക്കൊള്ളാതെ ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് യഥാർത്ഥ ഇസ്ലാം, ഇത് മാത്രമാണ് യഥാർത്ഥ ശരി, ഇത് മാത്രമാണ് ഇസ്ലാം എന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഹെർമന്യൂട്ടിക്സ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ അവർ തള്ളിക്കളയുകയാണ്. ഹെർമന്യൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ദൈവികമായ സ്രോതസ്സിനെ, ഖുറാനെയും ഹദീസിനെയും എല്ലാം ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിൽ വ്യക്തിപരമായ ചിന്താഗതികളും കൂടെ ഉൾപ്പെടും. അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന കോൺസെപ്റ്റാണ് ഹെർമന്യൂട്ടിക്സ്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് മാത്രമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായതെല്ലാം അനിസ്ലാമികമാണ് എന്ന് മുദ്ര കുത്തപ്പെടുന്നു. ഇതും ചില ആളുകളിൽ ധാരാളം സംശയങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്ന ഒന്നാണ്. മറ്റത് ഫിലോസഫിക്കൽ ആൻഡ് സയന്റിഫിക് കോൺഫ്ലിക്റ്റ്. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ കാണാനുള്ളതാണ്. നാച്ചുറൽ സെലക്ഷൻ, എവല്യൂഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ പിന്നീട് കാണും. ദൈവമോ ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളിൽ ഉയർത്തിവിടുന്ന സംശയങ്ങൾ, അൺസർട്ടനിറ്റി റിഗാർഡിംഗ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ലോകത്ത് നിലനിൽക്കുന്ന തിന്മകൾ, അനീതികൾ, സഫറിങ്, ഇവ, ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെടുന്നു, അപ്പോൾ ദൈവം ഉണ്ടാകാൻ സാധിക്കുമോ, ഇത്തരത്തിലുള്ള സംശയങ്ങൾ. ഏതെങ്കിലും റിലീജിയസ് പ്രാക്ടീസ് മോഡേൺ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന ചില ലോജിക്കിന് എതിരാണ് എന്നുള്ള ചിന്താഗതികൾ. കാരണം ചില ആളുകൾ പറയും ഫാസ്റ്റിങ്ങിന്റെ ശാസ്ത്രീയമായ ബെനിഫിറ്റുകളെ പറ്റി നമുക്ക് അറിയാം, എന്നാലും ചില നിരീശ്വരവാദികളെങ്കിലും ഫാസ്റ്റിംഗ് അശാസ്ത്രീയമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാറുണ്ട്, നോമ്പ് അശാസ്ത്രീയമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ. ഇനി ഓരോ വ്യക്തിയും നേരിട്ടിരിക്കുന്ന വ്യക്തിപരമായ പ്രയാസങ്ങൾ. ചെറുപ്പകാലത്തിലെ അനാഥനായ വ്യക്തി, അയാൾ ചിന്തിക്കുന്നു, അള്ളാഹു നീതിമാനാണ് എങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ ചെറുപ്പകാലത്തിൽ എനിക്ക് നഷ്ടപ്പെടുത്തി, തുടങ്ങിയ ചിന്താഗതികൾ. അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, മറ്റു പ്രയാസങ്ങൾ, ഇതെല്ലാം പലപ്പോഴും വ്യക്തികളെ സംശയങ്ങളിലേക്കും മതത്തെ തന്നെ നിരാകരിക്കുന്നതിലേക്കും എത്തിക്കും. അപ്പൊ ഇത്തരം സംശയങ്ങൾ അവന്റെ ഫിത്രയെ നശിപ്പിക്കും. ഇത്തരം സംശയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ കാണാൻ പോകുന്നത്. ഇത്തരം സംശയങ്ങൾക്കെതിരെ നമ്മൾ 3 ലെയറിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉപയോഗപ്പെടുത്തണം. എന്തൊക്കെയാണവ? നമുക്കറിയാം, ഈ സംശയങ്ങൾ നമ്മളെ സ്വാധീനിക്കാനുള്ള പ്രധാന കാരണം എന്നത് ഈ സംശയങ്ങൾ പലപ്പോഴും സത്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമുക്കറിയാം, ഈ സംശയങ്ങൾ വരുമ്പോൾ ഇത് നമ്മുടെ വിശ്വാസത്തിന് നിരക്കുന്നതല്ല. നമ്മുടെ സങ്കല്പങ്ങൾക്ക്, നമ്മുടെ മതവുമായിട്ടുള്ള, നമ്മുടെ മതത്തെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നതിന് നിരക്കുന്നതല്ല. നമ്മൾ മതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതാണ് ഇത്തരം സംശയങ്ങളെന്ന് അത്തരം സംശയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ വിശ്വാസമായി ചേർന്ന് പോകാത്ത സംശയങ്ങളാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓക്കെ, ഇത് നമ്മുടെ വിശ്വാസമായി ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത്തരം സംശയങ്ങളിലേക്ക് നമ്മൾ ഊളിയിട്ട് പോകാൻ പാടില്ല. സംശയങ്ങളെ തിരിച്ചറിയുകയും അവയെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം സംശയങ്ങൾ എന്നത് ഇവയ്ക്കെല്ലാം ഉത്തരം നൽകപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളൊന്നുമല്ല. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ, സംശയങ്ങൾക്കെല്ലാം തന്നെ പണ്ഡിതന്മാർ വേണ്ട വിധത്തിൽ ഉത്തരം നൽകിയിട്ടുള്ളത് തന്നെയാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളൊന്നും തന്നെ ആളുകൾ ഉന്നയിക്കുന്നില്ല. എന്നാൽ ഈ സംശയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വിപുലമാണ് എന്നതുകൊണ്ട് പലപ്പോഴും എല്ലാ മേഖലകളെ പറ്റി പൂർണ്ണമായും പഠിക്കാനും എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് സാധിച്ചോളുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം സംശയങ്ങൾ വരുമ്പോൾ അതിലേക്ക് ഇറങ്ങിപ്പോകരുത്.
അതിൽ നിന്ന് മാറി നിൽക്കുക. എന്നാൽ എല്ലാവരും അങ്ങനെയാവണമെന്നില്ല. പണ്ഡിതന്മാർ, ഈ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരായ പണ്ഡിതന്മാർ ഇത്തരം സംശയങ്ങളെ പരിശോധിക്കുകയും അവയ്ക്ക് വേണ്ട രീതിയിൽ മറുപടി നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഒരു പക്ഷേ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യൻ മിഷണറി ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു എന്ന് കരുതുക. നമ്മൾ അതിലേക്ക് പോകേണ്ടതില്ല. നേരെ മറിച്ച് താഴേക്ക് വരുമ്പോൾ യാസർ ഖാദിയുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണ്ഡിതന്റെ വീഡിയോ, ഈ ആദ്യം നമ്മൾ കണ്ട വീഡിയോയ്ക്ക് മറുപടി പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാം അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്ന സങ്കല്പത്തെ സ്ഥാപിക്കുന്ന ഒരു പണ്ഡിതന്റെ വീഡിയോ താഴെ ആണെങ്കിൽ നമ്മൾ ആ വീഡിയോ ആണ് കേൾക്കേണ്ടത്. നേരെ മറിച്ച് ഈ ക്രിസ്ത്യൻ മിഷണറി അല്ലെങ്കിൽ ഈ നിരീശ്വരവാദി എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ അയാളുടെ വീഡിയോയിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അയാൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് എല്ലാത്തിനും ഉത്തരം കൊടുക്കാനും പഠിക്കാനും ഉള്ള സമയവും സാഹചര്യവും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകണം. അതാണ് കാര്യത്തിലെ ആദ്യത്തെ ഡിഫൻസ് എന്ന് പറയുന്നത്. സംശയങ്ങളെ തിരിച്ചറിയുകയും അവയെ ഒഴിവാക്കുകയും ചെയ്യുക. രണ്ടാമത്തത്, ഈ സംശയങ്ങൾക്കെതിരെ നമ്മൾ എക്സ്പേർട്ട് അഡ്വൈസ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ സംശയങ്ങളെ ഒരിക്കലും, ഇത്തരം സംശയങ്ങളെ നമ്മൾ ഒരിക്കലും സാധാരണക്കാരിലേക്ക് പ്രസരിപ്പിക്കരുത്. ഉദാഹരണത്തിന് നമ്മൾ ഇത്തരം സംശയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയത്തെ നമ്മൾ 1000 പേരിൽ അല്ലെങ്കിൽ 10,000 പേരിൽ, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും നമ്മൾ ഇത്തരം സംശയങ്ങളെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക. പലപ്പോഴും നമ്മുടെ ലക്ഷ്യം നല്ലതായിരിക്കാം. അപ്പോൾ പൊതു സദസ്സുകളിലും സോഷ്യൽ മീഡിയയിലും ഇത്തരം സംശയങ്ങൾ നമ്മൾ ഉന്നയിക്കരുത്. അതായത് ആളുകളുടെ വിശ്വാസങ്ങളെ ബാധിക്കുന്ന സംശയങ്ങൾ നമ്മൾ ഉന്നയിക്കരുത്. നേരെ മറിച്ച് ഒരു പണ്ഡിതനോട് നേരിട്ട് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ സദസ്സിലാണെങ്കിൽ കൂടി ഇതിന് വ്യക്തമായ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കോൺഫിഡൻസ് ഉള്ള പണ്ഡിതനുള്ള ഒരു സദസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം. അത് ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് സാഹചര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ സംസാരിക്കണം. അതായത് ആളുകൾക്ക് വേണ്ട വിധത്തിൽ ഉത്തരം കിട്ടാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും വിശ്വാസത്തെ അത് ബാധിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള സംശയങ്ങൾ നമ്മൾ പൊതുമണ്ഡലത്തിലും സോഷ്യൽ മീഡിയയിലും ഉന്നയിക്കാൻ പാടില്ല. അപ്പൊ ഈ സംശയങ്ങളുടെ പ്രചാരകരായി നമ്മൾ മാറാൻ പാടില്ല. ഇനി മറ്റൊരു ഡിഫൻസ് എന്നുള്ളത് നമ്മൾ അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ്. ഈ സംശയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ട വിധത്തിൽ നമ്മൾ അറിവ് നേടുക, കാര്യങ്ങളെ പറ്റി ആധികാരികമായി കൂടുതൽ മനസ്സിലാക്കി അറിവ് നേടുക. 3, ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുക. ഈ സംശയങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് ഈ സംശയങ്ങൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ടല്ല, നേരെ മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ വീക്കായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ നമുക്ക് വലിയ ഭാരമായി പലപ്പോഴും തോന്നുന്നത്. എങ്ങനെയാണ് നമ്മൾ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുക? അതിന് പല മാർഗങ്ങളും ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇബാദത്തുകൾ അധികരിപ്പിക്കുക, പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ അധികരിപ്പിക്കുക. ഖുർആനുമായി എപ്പോഴും ബന്ധം സ്ഥാപിക്കുക. എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുക, അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക. അപ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ ആയത്തുകളെ പറ്റി ഡീപ്ലി പോണ്ടർ ചെയ്യുകയും ആലോചിക്കുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക. അഫലാ തഅഖിലൂൻ അഫലാ തതദബ്ബറൂന, ഖുർആനെ നിങ്ങൾ ആഴത്തിൽ പരിശോധിക്കുക, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുൽ യൻദുറൂൻ തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹു പറയുമ്പോൾ, ഉലിൽ അൽബാബ് എന്നുള്ളതൊക്കെ അള്ളാഹു പറയുമ്പോൾ പ്രകൃതിയെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും നമ്മെ പറ്റിയും ഉള്ള
ആ, കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും നമ്മുടെ വിശ്വാസം സ്ട്രോങ് ആക്കുകയും ചെയ്യുക. ദുആ ചെയ്യുക. ഇത്തരം സംശയങ്ങളെക്കുറിച്ച് നമ്മൾ വരുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പഠിച്ചവൻ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും അതിനുശേഷം അസത്യവാദികളിൽ പെട്ടുപോകാതിരിക്കാനും എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദിക്റുകളെ അധികരിപ്പിക്കുക. ഇതെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്താനും ഇത്തരം സംശയങ്ങളിൽ നിന്ന് മുക്തി നേടാനുമുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ധാരാളം മനസ്സിലാക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നാം പഠിക്കാനുള്ളത് ലോകവീക്ഷണം എന്ന കോൺസെപ്റ്റാണ്. ലോകവീക്ഷണം വളരെ വലിയൊരു കോൺസെപ്റ്റാണ്. ഈ കോഴ്സിന്റെ വലിയൊരു ഭാഗം നമ്മൾ ലോകവീക്ഷണത്തിലാണ് ചിലവഴിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്.